ഫോണിൽ കളിച്ചാലല്ല കേട്ടോ. സ്കൂളുകളൊക്കെ തുറന്നു, കുട്ടികളൊക്കെ പഠനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും വലിയ രീതിയിലുള്ള പരാതികൾ തന്നെയാണ് രക്ഷിതാക്കൾക്കുള്ളത്. പരാതി എന്താണെന്നല്ലേ? ഗാഡ്ജറ്റ് ഉപയോഗം നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്നില്ല. ഇനിയുള്ള കുറച്ച് വീഡിയോകളിൽ കുട്ടികളിൽ ആരോഗ്യകരമായ ഗാഡ്ജറ്റ് നിയന്ത്രണങ്ങൾക്കായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താൽ. വഴക്ക് പറഞ്ഞും ഉപദേശിച്ചും അടിപിടിയുണ്ടാക്കിയും കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാമെന്ന് ഇനിയെങ്കിലും നമുക്ക് വ്യാമോഹിക്കാൻ കഴിയില്ല. ശാസ്ത്രീയമായ ഇടപെടലുകൾ തന്നെയാണ് ആവശ്യം. ആദ്യമായി വേണ്ടത് കുട്ടികളുടെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾക്ക് എത്ര നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാം എന്ന രീതിയിൽ സ്ക്രീൻ ടൈം നിർവചിച്ചു കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് ദിവസേന അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയി തീർച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ സമയദൈർഘ്യം തന്നെ തുടരാൻ രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കുക. രണ്ടാമത്, ചില സമയങ്ങൾ 0 ഫോൺ ടൈമായി വീടുകളിൽ അനുവർത്തിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, കുട്ടികൾ പഠിക്കുന്ന സമയം, ഉറങ്ങി എഴുന്നേറ്റ ഉടനെയുള്ള സമയം, ഉറങ്ങാൻ ഒരുങ്ങുന്ന സമയം, ഈ സമയങ്ങളിലൊന്നും വീട്ടിലെ മുതിർന്നവരും കുട്ടികളും ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനുമായി നിങ്ങൾ നൽകുന്ന ഫോണുകളിൽ പാരന്റിംഗ് കൺട്രോൾ ആപ്പുകൾ ഉണ്ട് എന്ന് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. മാത്രമല്ല, കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിന് മുമ്പും ശേഷവും ഫോൺ കൃത്യമായി പരിശോധിക്കുന്ന ഒരു ശീലം രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, ഇനി അതല്ലെങ്കിൽ കുട്ടികൾ കടന്നുപോയിട്ടുള്ള സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ എന്നിവ കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമായ കണ്ടന്റുകളെ ഉൾക്കൊള്ളുന്നവയാണോ എന്നുള്ള പരിശോധനയും ഒരു ദിവസം പോലും വിട്ടുപോകാതെ നടത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക.